സമസ്ത മേഖലകളിലും വനിതകൾ ഇന്ന് വിജയക്കൊടി പാറിക്കുന്നുണ്ടെങ്കിലും സ്ത്രീ എന്ന ചിന്ത പലപ്പോഴും പുതിയ തലമുറ മറന്നുപോകുന്നത് കുടുംബസങ്കല്പങ്ങൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെന്നും സ്ത്രീ പുരുഷ സമത്വത്തിനപ്പുറം സ്ത്രീ സാത്വിക ഗുണമുള്ളവരായിരിക്കണം എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കണമെന്നും കേന്ദ്ര തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് റിട്ടയർഡ് റീജിയണൽ ഡയറക്ടർ ടി.കെ. ലിസി അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാ ഫോറം വൈക്കം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനിതാ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. ഈ വർഷത്തെ 2024 വനിതാ ദിനത്തിന് തീമുണ്ട്. തീം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു സന്ദേശം. ആ സന്ദേശം ഇതാണ്: ഇൻവെസ്റ്റ് ഇൻ വുമൺ. സ്ത്രീകളിൽ നിക്ഷേപിക്കുക. ആക്സിലറേറ്റ് ഗ്രോത്ത് വളർച്ച, രാജ്യത്തിന്റെ എക്കോണമിയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ആക്സിലറേറ്റ് ചെയ്യുക. അപ്പോൾ സമൂഹത്തിന്റെ രാഷ്ട്രത്തിന്റെ വളർച്ചയെ സ്പീഡിലാക്കാൻ, വേഗത്തിലാക്കാൻ, വേഗത കൂട്ടാൻ ആരിൽ നിക്ഷേപിക്കണം? സ്ത്രീകളിൽ നിക്ഷേപിക്കണം. വൈക്കം വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സംഗമത്തിൽ വനിതാ ഫോറം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ.എൽ. സരസ്വതിയമ്മ അധ്യക്ഷത വഹിച്ചു. KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം ഗിരിജ ജോജി വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം ലീല അക്കരപ്പാടം മുതിർന്ന വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജമീല പ്രദീപ്, വനിതാ ഫോറം ഭാരവാഹികളായ തങ്കമ്മ ഭാസ്കരൻ, രമാദേവി ടീച്ചർ, നിർമ്മലാദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് യൂണിറ്റ് ഭാരവാഹികളും പ്രവർത്തകരുമടക്കം നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.